पान में पुदीना देखा नक्का नगीना देखा चिकन शमीरी देखे चिकन कमीना देखा चांद में चितरू होके छीट गया तो जरा तारे बोले गिली गिलिया पपरा परा पपरा परा पपरा परा 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 मेरी बात तेरी बात ज्यादा बातें बुरी बात ताली में कटोरे लेके आलू बाट बुरी बात मेरे पीछे किसी ने रिपीट किया तो जरा मेरे तेरे मुंह पे मारा मुक्का പൊളി പൊളി ചേച്ചി നീത്തി രാവിലെ നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ നല്ല മൂഡിലാ അല്ലേ ശിവ? പിന്നല്ലാണ്ട് കാഴ്ചക്കൊക്കെ ഞാൻ പലതും പറയാം. നമ്മളിപ്പോൾ ഒറ്റക്കെട്ടാണല്ലേ. നിങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ടൊക്കെ പറയുകയൊക്കെ ചെയ്യും. എന്നാലും നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ചെറിയൊരു വിള്ളലുണ്ട്. അതെ, ആരുടെ ബന്ധത്തിന്റെ ഇടയിലാണ് വിള്ളലുള്ളതെന്നൊക്കെ നമുക്കറിയാം കേട്ടോ. ചേച്ചി ആരുടെ ബന്ധത്തിൽ വിള്ളലുണ്ടെന്ന് പറഞ്ഞത്? എടാ, നീ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഇങ്ങനെ കറങ്ങിയെടുക്കണം ഞങ്ങൾക്ക് മനസ്സിലായി കേട്ടാ. ചേച്ചി മാളവികയുടെ കാര്യമല്ലേ ഉദ്ദേശിച്ചത്? ചേച്ചിയെ ഞാനും അവളും തമ്മിൽ വലുതായിട്ടൊന്നുമില്ല. എനിക്ക് അവളോടൊരു ക്രഷ്. ഓ മനസ്സിലായി മനസ്സിലായി. ഫ്രണ്ട്ഷിപ്പ് മേലെ ലവ്ക്ക് കീഴെ അല്ലേ? യെസ്. എന്റെ പൊന്നു മോനെ, ഈ ക്രഷ് എന്ന് പറഞ്ഞിട്ടല്ലോ ഒരിക്കലും ഫ്രണ്ട്ഷിപ്പിന്റെ അടുത്ത് നിൽക്കൂല. അത് എപ്പോഴും ലവിന്റെ അടുത്തേക്കേ നിൽക്കത്തുള്ളൂ. ഈ ലവ് മറക്കാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തന്മാരെ ക്രഷ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് കേട്ടാ. എടി, നീ ലവ് മാറ്ററിലൊക്കെ എപ്പോഴാണ് PhD എടുത്തേ? 9ാം ക്ലാസ്സിലല്ലേ ആയുള്ളൂ. ഇതിനു മുന്നേ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചാ. ഇങ്ങനെയാണെങ്കിലും നീ അച്ഛനും അമ്മേനൊക്കെ കരയിക്കിലൂടെ കുറച്ച് കഴിയുമ്പോ. അച്ഛനും അമ്മയും കരയിക്കേ? എന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, നീ ഈ പോക്ക് പോവാണെങ്കിൽ അച്ഛനും അമ്മയെ കരയിക്കുന്നാണ് ഉദ്ദേശിച്ചത്. വല്ലാത്ത വർത്താനം വിളിച്ച് പറയില്ലേട്ടാ. കൈ ചൂണ്ടണോ? ചേച്ചി കൈ പിടിക്കാൻ വന്നേ? നീ അല്ല കൈ ചൂണ്ടി സംസാരിച്ചു തുടങ്ങിയത്. അടി തുടങ്ങിയെന്നാ? അയ്യോ, മോൾ അടി കാണാൻ വന്ന് നിൽക്കാണോ? വെറുതെ വന്നതാ. ഭാഗ്യത്തിന് അടി കാണാൻ പറ്റി. വേഗത്തിന് അടി കാണാൻ പറ്റി. എന്തൊന്നും ഭാഗ്യം. രണ്ടുപേരത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. ലച്ചു ചേച്ചിയുടെ ശിവാനിയുടെ ഇടയിലുള്ള ബന്ധത്തിലെ വിള്ളല്. അതെ, ഇതൊരു വിള്ളലിന്റെ പ്രശ്നമല്ല, ഇവളെ സ്വഭാവത്തിന്റെ കുഴപ്പാ. അയ്യോ, ചേച്ചിയുടെ പിന്നെ വലിയ തങ്കപ്പെട്ട സ്വഭാവമാണല്ലോ. തങ്കപ്പെട്ടെന്ന് വെച്ചാൽ എന്താണ്? കുന്തം, ഇനി ഈ വാക്കിന്റെ ഒക്കെ അർത്ഥം പഠിച്ചു വെച്ചിട്ട് വേണം കുറച്ച് കഴിയുമ്പോ എന്നെ ചീത്ത വിളിക്കാൻ. പൊക്കോളം നടന്ന്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വീട്ടിൽ കിടന്ന അടിയുടെ ഇടയിടൊക്കെയാണ് വളർന്നത്. അച്ഛൻ്റെ അമ്മയുടെ അടിയുടെ ഇടയിൽ. പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഇടയിൽ ആ അടി കിടന്ന് കളിക്കുന്നുണ്ട്. ഇപ്പൊ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല, അറിയാമല്ലോ എല്ലാവർക്കും. 2 ദിവസം നെയ്യാറ്റിങ്കരെ പോയിരിക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അത്രയും ദിവസം അടിയൊന്നും കൂടാതെ സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ചു പോവാം. അടിച്ചു കളിക്കാം, പക്ഷെ വരക്കണം. അപ്പൊ സൂപ്പറായി. എന്ത് സാധനങ്ങളാ ഇതൊക്കെ? എടാ, നീ ആ ഫോൺ എടുത്ത് ചേട്ടനെ വിളിച്ചേ. ചേട്ടൻ ജംഗ്ഷനിലെങ്ങാനും ഉണ്ടെങ്കിൽ സാധനം വിളിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ. എന്തെങ്കിലും സാധനം വാങ്ങാനായിരിക്കും. ഇങ്ങോട്ടൊന്നും പറയണ്ട, ഒന്നും പറയണ്ട. ഞാൻ ഗേറ്റിന്റെ ഫ്രണ്ടിലെത്തി. സോറി, ഈ സാധനം ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. സോറി. കൊട പേടിച്ചു പോയാ? പേടിച്ചു വരണ്ടിരിക്കാണ്. എന്താ ചേട്ടൻ എന്തിനാണ് വിളിച്ചേ? എന്താണ്? ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളൊക്കെ പേടിക്കും. നമ്മൾ ശ്രദ്ധിക്കണം. എന്തിന്? കാരണം ഈ വീട്ടിൽ അമ്മയച്ഛനും ഇല്ലല്ലോ ഇപ്പൊ. അയ്യോടാ, ചേട്ടന്റെ കാര്യം ഇപ്പോഴാണോ മനസ്സിലായേ? ആ കാര്യം നമുക്ക് അറിയോടി. നമുക്ക് മാത്രമല്ല, പുറത്തുള്ളവർക്ക് ഏകദേശം അറിയാൻ തോന്നുന്നു. ചേട്ടൻ എന്നോട് പിച്ചും വേഗ പറയണേ. ഞാൻ ഇത്തിരി മുമ്പ് നീ എന്റെ ഫോൺ വിളിച്ചപ്പോ ഗേറ്റിന്റെ ഫ്രണ്ടിൽ എത്തിന്ന് പറഞ്ഞില്ലേ? ഞാൻ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ റൈറ്റ് സൈഡില് ഒരു ഒരു കൊട നിവർത്തി വെച്ചിരിക്കണം, വലിയൊരു കൊട. ഞാനപ്പോ അതിന് അടുത്തോട്ട് നോക്കി. ആരുടെ കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ അടുത്തോട്ട് പോയി നോക്കിയപ്പോ പെട്ടെന്ന് ബാക്കിലോട്ട് നീങ്ങി. അപ്പൊ ഞാൻ വിളിച്ചു എയറിന്റെ ഒരു പ്രൊപ്പോർഷണൽ കാറ്റിന്റെ ഒരു ഇത് കാരണം പോയതായിരിക്കും. അപ്പൊ കുറച്ചും കൂടെ അടുത്ത് പോയപ്പോ ഒന്നും കൂടി പോയി. ഞാൻ എന്താന്ന് പറഞ്ഞപ്പോ ഇങ്ങോട്ട് വന്ന് ഒറ്റ ഓട്ടം അടി. ഞാൻ നേരെ കയറി വന്ന് ഞാൻ ഒറ്റ ഓട്ടം പേടിച്ചു. ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ആ കൊടയ്ക്ക് പിന്നിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പാലാരേട്ടും ലാലും ടീമല്ലേ, അവര് ഏകദേശം അറിഞ്ഞു തോന്നുന്നു ഇവിടെ അമ്മയച്ഛനില്ലാത്ത കാര്യം. പണിയുള്ള പണിയാണോ? അയ്യോ, ഞാൻ ഇതെന്തോന്ന് കാണിക്കണം? ഇവിടെ ഹലോ, എന്ത് കടിച്ചിട്ടുണ്ട്? അയ്യോ, കടിച്ചിട്ടുണ്ട്. കൊണ്ട് ഇറങ്ങിയോടെ, അങ്ങനെ നീ മാത്രം രക്ഷപ്പെടണ്ട. ചേട്ടാ, നമുക്കൊരു കാര്യം അച്ഛനെ വിളിച്ച് പറയുമ്പോ തന്നെ. അച്ഛനടുത്തൊന്നും വിളിച്ച് പറയണ്ട. പിന്നെ ഇപ്പൊ തൽക്കാലത്തേക്ക്
നമ്മൾ കെയർഫുൾ ആയിട്ട് ഇരിക്കുക. നമ്മുടെ പുറകിൽ ആരൊക്കെ ഉണ്ട്. ഞാൻ ഇന്ന് അടുക്കളയിലെ ജോലി ചെയ്യുമ്പോൾ സൂക്ഷിക്കണമല്ലോ. വർക്കേരിയിലെ ഡോറ് ലോക്ക് ചെയ്തിട്ടൊക്കെ ഇരിക്കാല്ലേ. ലോക്ക് ചെയ്തിട്ടാ നിനക്ക് കൊള്ളാം. എന്നാ അടുക്കളയിലോട്ട് പോട്ടെ കേട്ടോ. പിള്ളേർ തമാശ കളിക്കില്ലട്ടോ. എവിടെയാടാ? ഇവിടെ തുറക്കടാ, വാല് തുറക്കടാ. ഇവിടെ ഇന്ന് മുച്ചക്കാക്കിട്ട് പോടല്ലോ, പോലടാ. പൂച്ചല്ലോ ആയിരിക്കും. പൂച്ചയല്ല, പാച്ച. നോക്കാതെ എങ്ങനെ മനസ്സിലാണ് പൂച്ചല്ലായിരിക്കും? നോക്കണ്ട വേണ്ട. ആരും